വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഹായ് മാസ്റ്റേഴ്സ്. ഹായ്. എല്ലാരും അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുന്നു. സുഖമല്ലേ? ഓ, ഒരാൾക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. മണിക്കൂട്ടൻ ചേട്ടന്റെ ഒരു എന്താ പറയുക സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര കരുതലാണ്. അല്ല സുഖാന്ന് എനിക്കറിയാം. അതിന് അങ്ങനെ പറഞ്ഞേ സുഖല്ലേ? ആന്നു പ്രത്യേകിച്ച് ആ എന്നല്ലേ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്റെ സ്കൂൾ ലൈഫ് ഒക്കെ മിസ് ചെയ്യുന്നു. അതെന്തുപറ്റി? പണ്ട് നമ്മൾ എക്സാമിന് പോകുന്നതിന്റെ ടെൻഷൻ, അത് കഴിഞ്ഞ് സമ്മർ ഹോളിഡേസിന്റെ ഒരു ഇത്, പിന്നെ ജൂൺ ജൂലൈ സ്കൂൾ തുറക്കുന്ന ആ ഒരു ഡേറ്റിന് വേണ്ടി നമ്മളിങ്ങനെ എന്റെ സമയത്തൊക്കെ ഡേറ്റ് ഇങ്ങനെ ജൂൺ 1 എന്നുള്ളത് സാറ്റർഡേ ആണോ സൺഡേ ആണോ, അതിന് മൺഡേ ആണെങ്കിൽ മൺഡേ ശരിക്കും ബാഡ് ഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിക്കുന്നൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം പുതിയ സ്കൂൾ ബാഗ്, പിന്നെ അംബ്രല, കാരണം മഴ ഉറപ്പാണല്ലോ. അപ്പൊ ഈ അംബ്രല ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് എല്ലാം ഈ ഇടയ്ക്ക് എന്റെ ഒരു ടീച്ചർ എന്നെ ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ടീച്ചർ വിളിച്ച് എന്താ പറഞ്ഞേ? അത് പറ. ഞാൻ ഭയങ്കര ഒന്നുമല്ല, ഡെൽഫിൻ ടീച്ചർ അന്നും ഇന്നും പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒളിപ്പിയൊക്കെ നടക്കുമെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ ഷീ ഓൾവേസ് വാണ്ട്സ് ഇങ്ങനെ ഞാൻ നിക്കണം എന്നുള്ള രീതിയിൽ. അല്ല പക്വത വന്നപ്പോ ഇത്രയും ബഹളമാണെങ്കിൽ അക്കാലത്ത് എന്തായാലും നൊട്ടോറിയസ് ക്രിമിനൽ. ഇവിടെ ഒരു ടീച്ചറും ഇരിപ്പുണ്ട്, ടീച്ചറിന് ഒരു കുട്ടിക്കാലവും ഉണ്ട്. എന്നല്ലേ ടീച്ചർ ആയിരുന്നപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ അല്ലാന്ന ഞാൻ ശരി, ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ എക്സാം എഴുതുന്നു അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്പൊ സ്ട്രിക്റ്റ് ആണ്. അപ്പോഴും ഇപ്പോഴും ചീത്ത പറയാറുണ്ട്, വഴക്ക് പറയാറുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ആ ക്ലാസ് കഴിഞ്ഞാൽ ഏത് വിഷയമായിരുന്നു? ഭരതനാട്യം തന്നെയായിരുന്നു. സെന്റ് റിസസിലായിരുന്നു. ഓക്കെ, സോ സ്കൂൾ ലൈഫിലെ ദേവി ചേച്ചി എങ്ങനെയായിരുന്നു? അന്നുണ്ടായിരുന്ന ഏതെങ്കിലും രസകരമായ നിമിഷങ്ങൾ? സ്കൂൾ ലൈഫ് എനിക്ക് തോന്നുന്നു ഞാന് ക്ലാസ്സുകൾ കയറുന്നത് വളരെ കുറവായിരുന്നു അന്ന് തൊട്ടേ. കാരണം സ്കൂൾ കൊയറിലുണ്ടായിരുന്നു. അപ്പം രാവിലെ ബാഗ് വെക്കും, പ്രയറിന് പോവും, അതെല്ലാം അത് കഴിഞ്ഞ് വന്നിട്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസസ്, പ്രാക്ടീസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നാഷണൽ ആന്തം കഴിഞ്ഞിട്ട് മിസ് ബാഗ് ഒന്ന് എടുത്തോട്ടെ ബാഗ് എടുത്തിട്ട് നാഷണൽ ആന്തം കഴിഞ്ഞ് വീട്ടിൽ പോകും. അങ്ങനെയായിരുന്നു സത്യം. പക്ഷെ പഠിക്കാൻ മോശമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടവുമായിരുന്നു. ഇപ്പോഴും ഏതെങ്കിലും ടീച്ചേഴ്സ് ഇപ്പോഴും ടീച്ചേഴ്സുമായിട്ട് വളരെ, കാരണം ഞങ്ങളുടെ ഈ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ വരും. സെന്റിനറി ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിന്റെ, SDV സ്കൂളിന്റെ. അപ്പൊ അതിനൊക്കെ ഞങ്ങൾ എല്ലാവരെയും മീറ്റ് ചെയ്തു. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സെലിബ്രിറ്റി ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. അതൊരു ഭയങ്കര സന്തോഷാട്ടോ. കോളേജിലൊക്കെ നമ്മുടെ സെന്റ് ജോസഫ്സ് കോളേജിൽ ഞങ്ങൾ ആർട്സ് ക്ലബ് ഇനോഗ്രേഷന് പോയിരുന്നു, ഞാനും കിഷോറും കൂടെ. കാരണം നമ്മൾ പഠിച്ച ടീച്ചേഴ്സൊക്കെ നമ്മളെ കാണുമ്പോൾ എനിക്ക് വരൂ വെൽക്കം എന്നൊക്കെ പറയുന്നത് അയ്യോ അതൊരു വലിയൊരു ഭയങ്കര സന്തോഷത്തിനേക്കാൾ ഉപരി അവര് നമ്മളെ കണ്ട് പ്രൗഡാകുന്ന കാണുമ്പോൾ ഒരു വലിയ ഒരു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത് ഭയങ്കര നല്ല മൊമെന്റ് ആണ്. നല്ല ഓർമ്മകൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. നല്ല ഓർമ്മകളല്ലേ. എന്നാൽ കുസൃതി മാത്രം ഓർമ്മകളിലുള്ള പക്രു ചേട്ടനോട് ഞാൻ ചോദിക്കട്ടെ, തന്നെ അറിയാം ഉറപ്പല്ലേ കുസൃതിയാണോന്ന് ചോദിക്കണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കൊട്ടേഷൻ ടീമിൽ എന്നെ പിടിച്ചോണ്ട് പോയി. 5 കുട്ടികളെ പിടിച്ചു. 5 പേരെ ഇങ്ങനെ നോക്കി വന്നിട്ട് ലാസ്റ്റ് 6ാമൻ ഒരുത്തനുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ താഴെ നിൽക്കുക, ഏറ്റവും താഴെ ചെറുത്. സാറിന് ചിരി വന്നിട്ട് നീ ഇതിനകത്തുണ്ടോ? അപ്പൊ അത്ര വലിയ കേസാണെന്നുണ്ടെങ്കിൽ വലിയ സാറിന്റെ അടുത്ത് പോകണം, ഹെഡ് മാഷിന്റെ അടുത്ത്. അങ്ങനെ ഞാൻ അവിടെയും ചെന്ന് നിൽക്കുകയാണ്. അപ്പോ ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു. കാരണം എല്ലാവരും വിചാരിക്കും ചെറിയ കുഞ്ഞ് എങ്ങനത്തെ, പക്ഷെ പ്രവൃത്തി മുഴുവൻ വേറെ ഭീകര പ്രശ്നങ്ങളും കുഴപ്പങ്ങളും. അതുപോലെ ക്ലാസ്സിൽ പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആകെയുള്ളൊരു അഡ്വാൻറ്റേജ്, സ്കൂളിൽ സ്റ്റേജ് പ്രോഗ്രാമോ അല്ല എന്ത് പരിപാടി വരുന്നോ അവിടെ നമ്മൾ ചേറി അങ്ങ് നിന്നിട്ട് അങ്ങനെ പല പരിപാടികളും, എന്തൊരു പദ്യപാരായണോ എന്തെല്ലാം ഉണ്ടാവും. കാരണം നമ്മൾ ഇതിനകത്ത് ഇല്ലാതെ വന്നാൽ കഴിഞ്ഞു പരിപാടി. കാരണം ഒരു അത്യാവശ്യം മാക്സിമം ലെങ്ത് കൊടുക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും എന്തിനാ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതാണ് നല്ലത്. ബോഡി ബിൽഡിങ്ങിന് വരെ അങ്ങനെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ട് എന്നെ പലരും. മറ്റ് എല്ലാ കുട്ടികൾക്ക് ആ ഭാഗ്യം ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവും. 4ാം ക്ലാസ്സിലൊക്കെ എന്നെ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് എടുത്ത് എന്നെ ആ മോനെ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വാത്സല്യം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കൊച്ചിൽ പൊളിയായിരുന്നു. സൂപ്പറാ. യെസ്,
Over to you, Mr. മാണിക്കുട്ടൻ. ഞാൻ എലീന പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്നാ? കാരണം എലീന പറഞ്ഞു സ്കൂൾ തുറക്കുന്ന സമയത്ത് ടെൻഷനാണ്, ബുക്ക് വാങ്ങിക്കണം, ബാഗ് വാങ്ങിക്കണം. ഞങ്ങളത് ജൂൺ 1 ടീച്ചർമാർക്കാണ് ടെൻഷൻ. ഇവനെയൊക്കെയാണല്ലോ പഠിപ്പിക്കാൻ. നമ്മുടെ ടീച്ചർമാർക്കെല്ലാം ഭയങ്കര ടെൻഷനാണ്. ട്രിവാൻഡ്രത്തായിരുന്നോ സ്കൂളിൽ? ഞാൻ എവിടെയായിരുന്നു? സ്കൂളിൽ ഞാൻ ആദ്യം തുടങ്ങിയത് മേരിഗിരി സ്കൂള്, അതിനുശേഷം സെന്റ് മേരീസ്, +2 കൺകോഡിയ, പിന്നെ MG കോളേജ്. എന്റെ അമ്മേ, കൺകോഡിയ, സെന്റ് മേരീസ് ഒക്കെ. അതെ അതെ അതെ. പിന്നെ ഇങ്ങനെ ആയില്ലല്ലോ ഉള്ളു. ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഈ കൊച്ചുണ്ണിയിൽ സെലക്ഷൻ കിട്ടിയപ്പോഴത്തേന് എന്റെ ടീച്ചർമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഈ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ തുണ്ടുവെച്ച് എന്നെ പിടിക്കും. എങ്ങനെ പിടിച്ചെന്ന് നോക്കുമ്പോൾ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണമാണ്. അത് മനസ്സിലായ എങ്ങനെയെന്ന് വെച്ചാൽ കൊച്ചുണ്ണിയുടെ ഓഡിഷൻ പോയപ്പോ ഏതാണ്ട് 250 പേര് അടുപ്പിച്ചുണ്ടായിരുന്നു. അതിൽ ഇത്രയും നല്ല കള്ള ലക്ഷണം ഉള്ളത് എനിക്ക് മാത്രമാണെന്ന് ആ 250 പേരെയും തഴഞ്ഞ് എനിക്ക് മാത്രമാണ് കിട്ടിയത്. അപ്പൊ ടീച്ചർമാര് പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ എത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ടീച്ചർമാർക്കുള്ളൊരു സ്നേഹം വേറെ ആയിരുന്നു കേട്ടോ. അത്രമാത്രം എന്നെ ടീച്ചർമാർ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ. ഈ എന്റെ വീട്ടിൽ 3 മക്കളാണ്. 2 ചേച്ചിമാരുടെ കാര്യം, ഈ 2 അറ്റം കൂട്ടിമുട്ടാൻ നടത്തുന്ന ഒരു ഫാമിലിക്ക് എല്ലാവരുടെ കാര്യം നോക്കുക ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ടീച്ചർമാര് പലപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു പക്ഷെ ഞാൻ മണിക്കൂറിനായിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന്. ഇപ്പോഴും ടീച്ചേഴ്സായിട്ട് കണക്റ്റഡ് ആണോ? ഞാൻ ചില ടീച്ചേഴ്സൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. മിക്ക ടീച്ചേഴ്സ്മാരും ഒക്കെ ആയിട്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്. ഒരു സർപ്രൈസ് ആയിട്ടെ മണിക്കുട്ടൻ ചേട്ടന്. എന്താണ്? എക്സൈറ്റഡ് ആണോ? ഭയങ്കര. സ്കൂൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓർമ്മകൾ പറഞ്ഞു, ടീച്ചേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് മണിക്കുട്ടൻ ചേട്ടന് കോമഡി മാസ്റ്റേഴ്സിന്റെ വക ചെറിയൊരു സർപ്രൈസ്. എന്റെ കൂടെ പഠിച്ച ഏതെങ്കിലും പെൺകുട്ടിയാണോ? മാഷേ. ആശോ. മാഷേ, ടീച്ചർ നമസ്കാരം. നമസ്കാരം. എന്റെ ദൈവമേ, ആരാ ഇരിക്കുന്നത്? മാഷേ, നമ്മുടെ മണിക്കുട്ടൻ. പിന്നെ അവൻ മനസ്സിലാകാണ്ടിരിക്കുവോ? മനസ്സിലായോ നിനക്ക് ഞങ്ങളെ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. എപ്പോഴും ഓർത്തു നോക്കണ കാര്യം എന്തിനാ പറഞ്ഞ? പറയട്ടെ ഇങ്ങോട്ട്. പറയടാ. ആരാ? ദോഷം കാണിക്കാതെ പറ. ദൈവമേ, നിന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്കൂളിൽ പഠിപ്പിച്ച മാഷ് മുരളി മാഷും സുശീല ടീച്ചറും. ആ സ്കൂളിലെ അടിക്കുന്ന എമ്മച്ചായിരുന്നു ഞാൻ. അടിക്കുന്ന എമ്മച്ച? പിന്നെ ഈ ചൂരിലെ വടി കൊണ്ട് പിള്ളേരെ അടിക്കുന്ന എച്ചമായിരുന്നു ഞാൻ. ഇപ്പൊ ഓർമ്മയായോ നിനക്ക്? എനിക്ക് ഓർമ്മയായി. മുരളി സാർ കേട്ടോ. അല്ല, പഴയ കാര്യം ഒരുവിധമുള്ള ടീച്ചർമാരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒന്നുകൊണ്ടായിരിക്കും. അത് ഓർക്കണം. മുരളി സാറിന് കുറച്ച് ഓർമ്മക്കുറവൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നിനക്ക് ഇങ്ങനെ ഓർമ്മക്കുറവ് വരാൻ പാടില്ല. കാരണം പഠിപ്പിച്ചാലും മറക്കരുത്, അല്ലേ മാഡം? അത് ശരിയാണ്. എന്നെ നിനക്ക് ഓർമ്മയില്ലേ സുശീല ടീച്ചർ? ഞാൻ മലയാളം പഠിപ്പിച്ചിരുന്ന, ഞാൻ ക്ലാസ്സിലോട്ട് ആദ്യം വന്നപ്പോ നീ എന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ടീച്ചർ പ്രഗ്നന്റ് ആണോന്ന്. അത് ടീച്ചർ എന്തുകൊണ്ട് എന്നോട് അന്നേരം പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവനെ ഡെസ്കെ കയറ്റി നിർത്തി ഇവന്റെ ചന്തിക്കിട്ട് നോക്കി 4 അടി അടിച്ചേനെ. എന്തോന്നു മാഷ ഇത്? ഒരു പൊതു സമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനെ ചന്തി എന്നൊക്കെ പറയാം. മാഷൊരു മാഷല്ലേ? അയ്യോ, ചന്തി എന്നുള്ള പേര് മാറ്റി കുണ്ടന്നൂർ ജംഗ്ഷൻ എന്നാക്കി. അവിടെ അടി കൊടുത്തന്നെ. അയ്യോ മാഷ, ഇവൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ടീച്ചർ പെർമനന്റ് ആണോ എന്നാണ്. അവൻ കുഞ്ഞല്ലേ, അതുകൊണ്ട് തെറ്റിപ്പോയതാണ്. ഇപ്പൊ എനിക്ക് ഓർമ്മ ടീച്ചറും മുരളി സാറോ. അതെ അതെ, എന്റെ പൊന്നെ, ഇവനില്ലേ, ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ അതേ നരന്ത് പോലെ ഇരുന്നതാ. എന്നിട്ടേ സ്കൂളിലോട്ട് ബാഗൊക്കെ തൂക്കി ഇങ്ങനെ കുണിങ്ങി വരും. ഒരാളുടെ മുഖത്തോട്ട് നോക്കൂല. എന്നിട്ട് ബെഞ്ചിൽ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പെണ്ണുങ്ങളാണെങ്കിൽ ആരെയും നോക്കാതെ കുനിഞ്ഞിങ്ങനെ പെണ്ണുങ്ങളെ നോക്കാതെ ഇങ്ങനെ അങ്ങിരിക്കും. 2 ദിവസത്തേക്ക്. ആദ്യത്തെ 2 ദിവസം. അത് കഴിഞ്ഞോ? പിന്നെ വിരകി അവരുടെ ചോറ്റുപാത്രത്തിൽ നിന്ന്, ചോറും പാത്രത്തിൽ നിന്ന് മുട്ട പുറത്ത് കൊടുത്ത് കഴിച്ച് ഒളിച്ചോടി പോനല്ലേ എനിക്കറിയാമല്ലേ. പക്ഷെ എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ എന്താന്നറിയ ഇവനെ കാണാൻ വന്നത്. ഞങ്ങളും ഇവനുമായിട്ട് ചെറുതല്ല ഒരു വലിയ ആത്മബന്ധമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ തന്നെ കാരണം ഇവനാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചല്ലോ, എന്താണ് ഇദ്ദേഹമായിട്ടുള്ള ഒരു ആത്മബന്ധം? അതാണ് സാറേ പറഞ്ഞത്. കല്യാണം കഴിക്കാനുള്ള കാരണക്കാരൻ ഇവനാ. ഞങ്ങള് ബ്രോക്കറാന്ന് വേണമെങ്കിൽ പറയാം. അതെങ്ങനെ ബ്രോക്കറായി? ഇവന് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ സകല മൂത്രപ്പെരയിലും മതിലും ഞങ്ങൾ 2 കൂടെ പേര് കൂട്ടി ഐ ലവ് യു എന്ന് എഴുതി വെച്ചു. സുശീല ലവ് മുരളി. ഒരു ലവും വരച്ചു വെച്ച് അതിന്റെ അകത്തുകൂടെ ഒരു അമ്പും വിട്ടു. ഇതറിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും പിള്ളേരും ഒക്കെ അറിഞ്ഞ് അവസാനം എന്റെ വീട്ടിൽ നിന്ന് ഭാര്യ പിണങ്ങിപ്പോയി. എനിക്ക് അവസാനം ടീച്ചറെ കെട്ടേണ്ടി കല്യാണം കഴിച്ചാണോ? അന്നേരം കല്യാണം കഴിച്ചായിരുന്നു. അത് പിണങ്ങിപ്പോയി. പിന്നെ ടീച്ചറെ ഞാൻ കെട്ടി.
ഞങ്ങള് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ല, ആ, പക്ഷേ അങ്ങോട്ട് അടി ഈ ചോദിച്ചു. എഴുതി വെച്ചതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ഈ മണിക്കുട്ടൻ അങ്ങനെ എഴുതി വെച്ചതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ ഒരു കണക്ക് മാഷും മലയാളം ടീച്ചറും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടിരിക്കും. അവിടെ ഉണ്ടായിരുന്നു. ചെറിയ ഒന്നുമില്ലാതെ അങ്ങനെ പണി അല്ല എഴുതത്തില്ല. ഞാൻ ഇപ്പൊ നല്ല പയ്യനാണ്. ഇല്ലേ? അതല്ലേ അതെ അതെ അതെ. ഇവൻ അവിടെ പഠിക്കുമ്പോഴേ ഞങ്ങൾക്ക് അറിയായിരുന്നു ഇവന്റെ ഉള്ളിൽ ഒരു കലാകാരൻ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന്. സത്യമായിട്ടും കായംകുളം കൊച്ചിനുടെ സ്വഭാവമായിരുന്നു ഇവര്. ഞാൻ അന്നേരം ടീച്ചറിനോട് പറഞ്ഞു ഇവൻ കായങ്ങളും കൊച്ചിനായിട്ട് എന്തെങ്കിലും ഒരു കാലത്ത് അഭിനയിക്കും. ആ പറഞ്ഞു ഇവന് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ഈ പണക്കാരായ പിള്ളേരുടെ ബോക്സിൽ നിന്ന് കോമ്പസ്, പെൻസില്, സ്ലേറ്റ്, സ്കെയില് ഇതൊക്കെ അടിച്ചു മാറ്റി പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കും. ഞാൻ അന്നേ നല്ല അത് തന്നെയല്ലേ പണ്ടേ നല്ല ബോഡിയൊക്കെ നോക്കും കേട്ടോ. ഇരുന്നാലും ഉഷയെ പിടിക്കുമായിരുന്നു. കഞ്ഞി വെക്കണ ഉഷേനയാ. അഞ്ഞു വെക്കണ ഉഷേനല്ലടി, പിന്നെ മറ്റേ ഇങ്ങനെ എടുക്കണം. പുഷപ്പ് എനിക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. ചെറിയൊരു എന്തായാലും മാറിപ്പോനെ ഞങ്ങളിപ്പോ ഇവനെ കാണാൻ വന്നൊരു ചെറിയ സന്തോഷായില്ലേ? അത് ചോദിക്കാനാ ഞാൻ വന്നേ. ഇത്രയും വർഷമായിട്ട് നിങ്ങള് ഇദ്ദേഹത്തെ ഇങ്ങനെ തേടി ഈ ഫ്ലോറിൽ വരിക എന്നൊക്കെ എന്നെ നിർത്തി അപമാനിക്കാൻ. അല്ല, അത് ഭയങ്കര എന്തായിരുന്നു, എന്ത് വെറുതെ വന്നോളൂ. ചെറിയൊരു കാര്യമുണ്ട്. എന്താ കാര്യം? മാഷിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താ വന്നത്. പറ മാഷ. ആഗ്രഹം എന്താ? അതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഫോട്ടോ എടുക്കാനായിരിക്കും. അല്ലല്ല നമ്മള് പഠിപ്പിച്ച പിള്ളേരൊക്കെ ഒരുമാതിരി രക്ഷപ്പെട്ടൊക്കെ പോയല്ലോ, അത് അവരുടെ വഴിക്ക് പോട്ടെ. പക്ഷെ എന്നാലും ഇപ്പൊ ഒരു സിനിമയുടെയൊക്കെ ഒരു സെലിബ്രിറ്റി ആയി. അപ്പൊ സന്തോഷമുണ്ട്. മനസ്സിലായി. ഒന്ന് ഒന്ന് അടുത്തൊന്ന് കാണണം. അടുത്ത് കാണാം, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം, ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ ആണ് എന്റെ ഫോണിൽ ഞാൻ എടുത്തിട്ട്. ഓ വായോ വായോ. ഗുരുത്വദോഷമാണല്ല മനസ്സിലായി. ഇല്ലാതിരിക്കണത് നല്ലതാ. ഗുരുത്വദോഷം ഇല്ലാതിരിക്കണം നല്ലതാ. വിളിച്ചപ്പോഴേ അങ്ങനെ നല്ല കാര്യം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ടീച്ചർ വായ്പ വായോ. മാഷിനെ ചിരിക്കും മാഷേ. കണക്ക് മാഷാണ് ഞാൻ ചിരിക്കല. ഞാൻ അയച്ചുതരാം കേട്ടോ. സുഖല്ലേ സാറിന്? മോൻ സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു സാർ. സുഖമായിട്ട്. ഈ കാലെ പിടിച്ചിട്ട് എന്റെ ചെരുപ്പൂരി കൊണ്ടുപോയവരാണ് പണ്ട്. എനിക്കറിയാം. പിന്നെ ഒരു ചെറിയൊരു ആഗ്രഹം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഇല്ല പറഞ്ഞോളൂ. തൊഴിലുമായിട്ട് വന്നതല്ലേ, ഒരു ചെറിയൊരു അടി കൊടുത്തോട്ടെ. ചെറിയൊരു അടി. മോശമല്ലേ മാഷേ? അല്ല, തമാശക്കായിട്ട് വേണം ഒരു കുഞ്ഞടി കാണിക്കാൻ. ഒരു ഓർമ്മ പുതുക്കൽ. അതെ അതെ. കുഞ്ഞു തമാശക്ക്. ഇത്രയും പ്രായമായി ഞാൻ കാള പോലെ പറഞ്ഞു. അല്ല, അദ്ദേഹത്തിന്റെ ആഗ്രഹമല്ല. അല്ല, അതെന്തിനാ ഇപ്പൊ അടിക്കുന്നത് എന്തിനാ? അല്ലെന്ന് മാഷിന്റെ ആഗ്രഹം. ഞാൻ പണ്ട് ഇവന് എന്തോരം ചെറുതായിട്ട് തല്ലിടാ. അല്ല അന്നൊക്കെ ഞാൻ തടയാൻ പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പോർട്ടൊക്കെ വെച്ചിട്ട്. ആണാ ഇത് അങ്ങ് നോവിക്കൂ. അല്ല മാഷ ചോദ്യം അങ്ങ് ചോദിക്കും. മറ്റേ ചോദ്യം അതെ, വെറുതെ എങ്ങനെ അടിക്കും? ഒരു ചോദ്യം ചോദിച്ചിട്ട് അടിക്കാം. ശരി, പഴയ ശരി. സ്കൂൾ അത് ഞാൻ ചോദിക്കട്ടെ? ശരി, അത് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടി കൊടുക്കാം. പറഞ്ഞില്ലേ ആ അടിക്കും ഞാൻ. ചെറിയൊരു പറഞ്ഞില്ലേ അടിക്കാം. രഥകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞീടിൽ ഡാഷായിടും. രഥകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞീടിൽ അത് ഡാഷായിടും. അത് കാളവണ്ടിയായിടും. കാളവണ്ടി ആണ് ഇത്. കാള കളിക്കണ സാധനമാണ് ഇത്. ചെയ്ത് അങ്ങനെ അല്ല, അതെന്തിനാ ചുരുട്ടിയത്? എന്തിനാ ഷർട്ട് ചുരുട്ടിയത്? എന്തിനാ? അങ്ങനെ പണ്ട് പോലെ മാഷന്മാർ ഈ ചുരുട്ടി പിടിച്ചാൽ ഈ സാധനവും തെളിഞ്ഞു കിട്ടുള്ളൂ. രഥകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞീടിൽ അത് മഞ്ചരിയായിടും. പോകാം. വേണ്ട മാഷേ, വേണ്ട. നിർത്തോ? ദേഷ്യം വരൂല്ലേ? എവിടെ അല്ല ഞാനല്ല അവിടെ മാഷ വിട്ടേക്ക് സീല്ല. ഞാൻ സെറ്റ് ചെറിയൊരു ആഗ്രഹം എങ്ങനെയുണ്ടായിരുന്നു? വല്ലാത്ത ആഗ്രഹം. അല്ല, ഉത്തരം തെറ്റിച്ച് ഞാൻ അടിക്കും. ഉത്തരം തെറ്റിച്ച് ഞാൻ അടിക്കും. ഞങ്ങൾക്ക് ഇപ്പൊ ടൈം ടേബിൾ പ്രകാരം ബ്രേക്ക് ടൈമാ. ബ്രേക്ക് ടൈം ടൈം ടേബിൾ പ്രകാരം അത് കഴിഞ്ഞ് ഒന്ന് അടിക്കാം. ഞങ്ങൾ ബ്രേക്ക് എടുത്തോട്ടെ. ബെല്ലടിക്കാൻ സമയം സാർ ബെല്ലിന്റെ കാര്യം ഒന്ന് സെറ്റ് ചെയ്യോ? ആ ബെല്ലടിക്കാം. ബാബാ നമുക്ക് എല്ലാവർക്കും പോവാം. ബ്രേക്ക് അങ്ങോട്ട് മാഷേ വാ. മാഷ അങ്ങോട്ട് സ്റ്റാഫ് റൂം അവിടെയാ. സരസ്വേ ഓ വന്നേന്നേ. ഓ അവിടുന്ന് എടി ഈ പ്രാവശ്യം കൂടെ മതിയെന്നോ? ഞാൻ ഇല്ല, എനിക്ക് വയ്യ. നീ അങ്ങനെ പറയല്ലോ, ഇനി ചോദിക്കൂല. ഓ സരസു ഓ ഈ പ്രാവശ്യം കൂടെ മതി, ഞാൻ പറയണ കേക്കുന്നു. ആ ഇല്ല, ഞാൻ പോ സരസു ആ. ഉം. ഞാൻ ഇല്ല. എടി എണ്ണ ഉണ്ടെന്ന്. എനിക്ക് നടുവേദനയാന്ന്. എടി നീ കെട്ടിയോന്റെ കാലേല് എണ്ണ തേക്കണേന്ന് എന്ത് നടുവേദനയാന്ന് പറയണേ? നിനക്കറിയത്തില്ല എന്റെ കാലിന് ഭയങ്കര വേദനയാന്ന്.
തേച്ച് അവിടെ ഇരി. എന്തെങ്കിലും അങ്ങ് പറയുമ്പോ അങ്ങ് ദേഷ്യ ഓ ഓ അങ്ങ് തേച്ച് നന്നായിട്ട്. എന്നാ ഈ മിക്സറിൽ നോബിട്ട് തിരിക്കണവൻ എന്നെ മുട്ടയിലിട്ട് തിരിക്കണേ. നന്നായിട്ട് അങ്ങ് തിരുമടി. ഓ നിങ്ങൾ ഈ പിരിമുറുക്ക് വെച്ച് എവിടെ പോവാൻ പോണേ? ഈ കാലൊന്ന് ശരിയായിട്ട് വേണം നിന്നെ കാലുമടക്കി ഒന്ന് അടിക്കാൻ. ആ കൊള്ളാലോ. ഉവ്വ. നന്നായിട്ട് തിരുമിക്ക. ആഹാ, ഈ തിരുമ് കാണുമ്പോഴാണ് നമ്മുടെ പഴയ കാലം എനിക്ക് ഓർമ്മ വന്നെ. ആ ഞാൻ നിർത്തി. ഓ സരസു, ഓ ശേ അത് പറയണ്ടായിരുന്നു. തിരുമടി എന്താന്ന് തിരുമടി. ഇരുമണല്ലേ? ഹലോ, അതെന്താ ജോസ്? അരപ്പിരി ജോസാ? അതെന്റെ അച്ഛൻ. എടാ നീ അരപ്പിരി എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ പെണ്ണ് കിട്ടി കേട്ടാ. നീ ഇപ്പോഴും പെണ്ണ് കിട്ടുമായിരുന്നോ? ഈ അയൽവാസികളെ കുറച്ച് പേരെ കൂടെ വിളിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായാ? അരപ്പിരി ജോസല്ലേ? എന്നെ വിളിച്ചാണ് അരപ്പിരിയെന്ന്. എനിക്ക് അല്ലെന്ന് നിങ്ങൾ എന്തിനാ ഈ പാവം പിടിച്ചോൻ അരപ്പിരി എന്നൊക്കെ പറയണേ? പിന്നെ അരപ്പിരി എന്നല്ലാതെ പിന്നെ എങ്ങനെ വിളിക്കും? എടി, ഒന്നാം തരം കളർ ടി വി ഇവന്റെ വീട്ടിലുണ്ടായിരുന്നു. അതിന് കളർ കൂടുതലാണെന്നും പറഞ്ഞ് അവൻ കുളത്തി കൊണ്ട മുക്കിയവൻ ആ ജാതി. അരപ്പിരി എന്നല്ലേ വിളിക്കണ്ടേ? പിന്നെ അല്ലാതെ അല്ലടാ, നീ ആ കളർ ടി വി കൊണ്ട് മുക്കിയിട്ട് എന്റെ കളറൊക്കെ ഇപ്പൊ ശരിയായ? നീ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാ. ഇതാ പിടിച്ചോ, എന്റെ കല്യാണമാണ് 6-ാം തീയതി. അതിന്റെ ലെറ്റർ ആണ്. കല്യാണം. ആ കല്യാണം തുറന്നുകൊണ്ട് വായിക്കേ. ഉഗ്രൻ ലെറ്റർ കേട്ടോ. നല്ല കയ്യക്ഷരം. പിന്നെ വേറെ കേസ്, കല്യാണത്തിന് കറക്റ്റ് 11:30 മുഹൂർത്തം. 11:30 തന്നെ എത്തണം. നിങ്ങളെപ്പോ എത്തും? ഞാൻ എപ്പോഴാ? ഊണപ്പോഴാ? ഊണ് 2 മണിയാവും. ആണോ? അപ്പൊ ഞങ്ങള് ആ സമയം കൊളിച്ച് പാത്രമൊക്കെ ഇട്ട് അങ്ങോട്ട് വന്നേക്കാം. അതിന് പാത്രമൊക്കെ കെട്ടി വരണം. അല്ല, ബാക്കിയുള്ളത് കൊണ്ടുവരാൻ. നിങ്ങൾ കൊണ്ടുപോയി എന്തോ ചെയ്തോ. പിന്നെ ഞാൻ 11 മണിവരെ കാണുള്ളൂ. താലി കെട്ടുന്നു, ഞാൻ നേരെ ഗൾഫിലേക്ക് പോകും. അയ്യോ, അതെന്ത് പരിപാടിയാ? ആ ഗൾഫിൽ പിന്നെ ഞാൻ ഒരു 5 കൊല്ലം കഴിഞ്ഞേ വരുള്ളൂ. അല്ലടാ, അപ്പൊ നിനക്ക് പെണ്ണിനിട്ട് ഇവിടെ വിരുന്നൊക്കെ വരണ്ടേ? എനിക്ക് വിരുന്നൊന്നും പറ്റൂല. കാരണം അവിടുത്തെ അറബി ഭയങ്കര ദേഷ്യമാണ്. അറബി പറയണ ഞാൻ ഒരു 50 കൊല്ലമെങ്കിലും അവിടെ നിൽക്കണമെന്നാണ്. ഭയങ്കര ദേഷ്യമാണ് അറബി. 50 കൊല്ലോ? പിന്നെ അറബിയിലെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ പുള്ളിക്ക് 75 വയസ്സുണ്ട്. എന്നാലും ദേഷ്യത്തിനൊരു കുറവില്ല കേട്ടോ. 50 കൊല്ലം അവിടെ നിൽക്കണേ. അപ്പൊ നീ 50 കൊല്ലം നിൽക്കുമ്പോ ഈ അറബി ചത്തുപോകത്തില്ലടാ? അത്ര പ്രായമുള്ള അറബി? അറബി മരിക്കൂല. അറബിയൊക്കെ മരണമല്ല, അതറിഞ്ഞൂടെ? അതെന്ത് വർത്താനം? മനുഷ്യനായ എപ്പോഴാലും ഒന്ന് മരിക്കും. മനുഷ്യൻ മരിക്കും, പക്ഷെ അറബി മരിക്കൂല. അറബി സത്യമൊന്ന്. നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ കണ്ടിട്ടുണ്ടോ ഒരു അറബി മരിച്ചതായിട്ട്? ചർമ്മക്കോളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? നമ്മള് കണ്ടിട്ടില്ല. അറബിയൊക്കെ മരണമില്ല. നിങ്ങൾ ഇവിടെ കിടന്ന് ചത്താ ഞാൻ അങ്ങ് പോകാൻ പോണു. അതെ, അങ്ങനെയാണെങ്കിലേ ഈ ഒട്ടകം ഇല്ലേ? ഒട്ടകം ഇറച്ചി നല്ല സൂപ്പറാന്ന് അവിടുന്ന് വന്ന ആൾക്കാർ എന്നോട് പറഞ്ഞത്. സത്യം. ഈ ഒട്ടകത്തിന്റെ മുകളിലൊരു മുഴയുണ്ടല്ലോടാ, അതിൽ നിന്ന് ഒരു 2 കിലോ ഇറച്ചി നീ വരുമ്പോ കൊണ്ടുവരണം. പൂഞ്ഞ പൂഞ്ഞ ഒറ്റ എണ്ണം വെച്ചോളാം വൃത്തിയോട്. എന്താന്ന്? നീ പിന്നെ എന്നെ ഇപ്പൊ പറഞ്ഞ അത് ഒട്ടകത്തിന്റെ മുഖത്ത് വെച്ചേക്കണത് ഒട്ടകത്തിന് വെള്ളം കുടിക്കാനുള്ള പൂഞ്ഞ. പൂഞ്ഞയോ? വെള്ളം കുടിക്കാൻ ഇവിടെയോ? മുതുകത്ത്. അതങ്ങനെ ഒട്ടകം വെള്ളം കുടിക്കടി? ഇങ്ങനെ തിരിഞ്ഞ് വെള്ളം കുടിച്ചാൽ ഒട്ടകത്തിന്റെ പെടല് മിന്നൂലേ? പിന്നെ അല്ല, പൂഞ്ഞാലാണ് വെള്ളം ശേഖരിച്ചത്. അവനോട് ചോദിക്കാൻ ഗൾഫിൽ പോണല്ലേ? ഏടാ, ഈ വെള്ളം ശേഖരിച്ചു വെക്കുന്ന സാധനത്തിന്റെ പേരെന്താ? വാട്ടർ ടാങ്ക്. അല്ലേ? ആരടി? മനസ്സിലായില്ലേ? ഇല്ല. സ്ഥിരമായിട്ട് വരുന്ന ഈച്ചയാണോ? ഈച്ചയല്ല, അവിടെ പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? എന്തിനാടാ? റീഡിങ് എടുക്കാൻ വേണ്ടി വന്നതാ. പട്ടിയുടെ പിള്ളേരുടെ റീഡിങ് എടുക്കാനാണെങ്കിൽ 4-5 അവിടെ പെറ്റ് കിടപ്പുണ്ട്. വിളിക്കണോ? കളിയാക്കല്ലോ, അതല്ല. ഞാൻ റീഡിങ് എടുക്കാൻ വരുന്നത് KSCB-യില്. സുരേഷ്. എന്നാ പോയി റീഡിങ് എടുത്തോ. ഇത് എന്നെ എടുക്കാൻ പോണേ എന്താണ്ടൊക്കെ എഴുതി വെക്കുന്നുണ്ട്. വില്ല് എത്ര മോനെ? മാമ 75. 75 രൂപ. എന്താന്ന് പറയുന്നത്? 75 രൂപയൊക്കെ കറണ്ട് ബില്ല് കൊണ്ടുതരാൻ നിനക്ക് നാണാവൂലടാ? നീ ഒന്ന് ആലോചിക്കും, ഈ മെട്രോയുടെ താഴെ താമസിക്കുന്ന പാണ്ടികൾ വരെ 150 രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഇങ്ങേക്ക് കഴിഞ്ഞ ദിവസം ഷുഗർ നോക്കിട്ട് 350, എനിക്ക് പ്രഷർ നോക്കിട്ട് 170. ഇത്രേ പോരെ? മാമ 75 രൂപയല്ല, പൈസയാണോ? പിന്നെ ഇത് എത്രയാണ് നോക്കിട്ട് അങ്ങോട്ട് പറയേ. മാമാന്റെ പൂജയുണ്ട്, പൂജ നോക്ക്. പൂജത്തിന് വിലയില്ലെന്ന് എന്നെ ചാക്കോമാട്ട് പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 75 രൂപയല്ല, പിന്നെ എത്ര? 75,000 രൂപ മീറ്റർ റീഡിംഗ് ബില്ല് വന്നിരിക്കുന്നത്.
75,000? ആ ഈ വിളിക്കുന്നതിന് നീ ചാർജ് ചെയ്യോളാ? അതിന് ബില്ലില്ല. ഇല്ലില്ലേ? ഇല്ല. അയ്യോ ഓടിവായോ, അയ്യോ. ഓടിവായോ, അയ്യോ അയ്യോ എനിക്ക് കറണ്ട് ബില്ല് കൂടി. അയ്യോ അയ്യോ എന്താ സംഭവം? എന്നാ സംഭവം? എനിക്ക് കറണ്ട് ബില്ല് 75,000 രൂപ. 70,000 രൂപ 70,000 രൂപ. ഓരോ പ്രവർത്തനം ആലോചിക്കണം. ഈ ഒരു ചെറിയ ഒറ്റ കെട്ടത്തിന് എങ്ങനെ 70,000 രൂപ? ഒറ്റ കെട്ടടോ? സത്യം പറ, ഇവിടെ വേറെ ഏതെങ്കിലും റൂം കാണും. ഞാൻ സംസാരിച്ചോളാം. വേറെ ഉണ്ടായില്ലെന്ന് എനിക്കറിയാലോ. ഇവിടെ കക്കൂസ് ഉണ്ടാ? പിന്നെ കക്കൂസല്ലേ, ഞങ്ങള് മനുഷ്യരല്ലേ, വവ്വാലല്ലോ വായിക്കണ സാധിക്കാൻ. കക്കൂസ് ഉണ്ട്. കക്കൂസുണ്ടാ? കക്കൂസിൽ ബൾബ് ഉണ്ടാ? ബൾബൊക്കെ ഉണ്ട്. ആ ബൾബ് എരിയുന്നതായിരിക്കും ഇത്രയും ബില്ല് കയറിയത്. ബൾബ് അതിനകത്ത് ഏറെകൊണ്ട് മെഗാഷോ എല്ലാം അടക്കുന്ന ഞങ്ങൾ രണ്ടുപേരെ മാട്ട പ്രോഗ്രാം, അതും വല്ലപ്പോഴും ഉള്ളൂ. എങ്ങനെ 70,000 രൂപ? അതല്ല ആലോചിക്കടാ, മാമഞ്ഞ വന്നാ ചോദിക്കട്ടെ. അതെ, ഈ വീട്ടിൽ അയൺ ബോക്സ് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ലേ? ഇല്ല. പിന്നെ ഡ്രസ്സൊക്കെ തേച്ചിട്ടിരിക്കണ്. ഈ ഇസ്തിരി അത് കറണ്ട് ആവുമല്ലോ. കറണ്ടല്ലെന്ന് ചിരട്ടിട്ടാണ്. കത്തിച്ചിട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടോ? ഇല്ല ഇല്ല ഇവിടെ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മോട്ടർ കാണും. മോട്ടറില്ല, സൈക്കിളുണ്ട്. സൈക്കിൾ ഉണ്ടോ? അതില് ലൈറ്റ് ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ആ അപ്പൊ സംഭവം അത് തന്നെ, ബില്ലേറി അത് തന്നെ അത് സംഭവം. ഡൈനാമയാണ്. ഡൈനാമിക് വേറെ പിന്നെ കറണ്ട് അല്ലേ? അല്ല ഒന്ന് ആലോചിച്ചേക്ക്, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ പറയാ നിങ്ങൾ എന്നും അതിന്റെ അകത്ത് കയറി 2-2.5 മണിക്കൂർ പാട്ട് പാടൂലേ? അപ്പോഴേ ഞാൻ പറഞ്ഞാണോ പാട്ട് നിർത്തിക്കോ എന്ന്. ചിലപ്പോ അങ്ങനെ ഇരിക്കും. എടി, അത് ഞാൻ പാടുന്നതല്ലെന്നും പാടി പോണതാന്ന് ആ സമയത്ത്. നീ എന്ത് വർത്താനേ ഇപ്പൊ എല്ലാം സംഭവം പിടികിട്ടിയത്. മാമാ ഇവിടെ CC ക്യാമറ ഒക്കെ ഉണ്ടല്ലേ? അയൽവാസിയായിട്ട് എന്റെ അടുത്തെങ്കിലും പറയണം, ഞാൻ അപ്പുറത്ത് നിന്ന് 3 ഒഴിക്കുന്നൊക്കെ CC ക്യാമറ അല്ലെന്നും. അത് വേട്ടാവളിയും കൂട് കൂട്ടി വെച്ചേക്കണം, ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ ഇട്ട് പൊതിഞ്ഞേക്കണ. പിന്നെ എങ്ങനെ ഈ 70,000 ബില്ല് വന്നു? മാമാ ബില്ലടച്ചാ പറ്റുള്ളൂ. മെനിഞ്ഞാന്ന് ഇതുവരെ 2 മിന്നാമിനിക്ക് പാസ് ചെയ്ത് അതിന്റെ ബില്ലായിട്ട് ചാൻസ് ഇല്ല, വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. അടക്കണ്ടാ. ഞാൻ അടക്കത്തില്ല. ഞാൻ അടക്കത്തില്ല. 70,000 അടക്കണ്ട, ഞാൻ ഉണ്ട് കൂടെ. ഞാൻ 70,000 ഞാൻ അടക്കത്തില്ല. മാമ അടച്ചില്ലേ പ്രശ്നവും. KSB നടപടി എടുക്കും. പോലീസുകാരെ പ്രശ്നവും. മാമനെ ഇന്ത്യൻ പൗരൻ അല്ലെന്ന് കണ്ട് മാമനെ പോലീസുകാർ വെടിവെച്ചു. എന്താ അത്? എന്താ ശബ്ദം? അത് ശരി. അപ്പോ ഇവിടെ KSB അറിയാതെ ചെറിയ സൗണ്ടിൽ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നുണ്ടല്ലേ? ഇത് ഞാൻ കയറ്റി എഴുതി തരാം. അതെ, ഇത് നിങ്ങളുടെ കറണ്ടിൽ പ്രവർത്തിച്ചല്ല, പിന്നെ എന്റെ സ്വന്തം പവറിൽ പ്രവർത്തിച്ചതാ. എന്റെ മനസ്സിന്റെ ദണ്ണ ഇറങ്ങി പോയതാ. അങ്ങനെ അവന്റെ ദണ്ണൊന്നും പറയണ്ട. മാമൻ ബില്ല് അടച്ചാലേ പറ്റുള്ളൂ. ഞാൻ ബില്ല് അടക്കത്തില്ല. ഞാൻ നിന്നെ കാണിച്ചു തരാം. അനാവശ്യം കാണിക്കരുത്. ജോസേ, ജോസേ, കുറച്ചുകൂടെ ജണ്ണം പോകാനുണ്ടായിരുന്നു. ഞാൻ ഓടിയപ്പോ നിങ്ങൾ എന്താണ് എന്റെ പുറകെ വന്നത്? എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. ഞാൻ അടക്കത്തില്ല. ദണ്ണ് മാമന്റെ കൈ ഇരിക്കത്തുള്ളൂ. മാമ അടച്ചാ പറ്റുള്ളൂ. ഞാൻ അടക്കത്തില്ല. എനിക്ക് കറണ്ട് ബില്ല് വന്ന 75,000 രൂപ. ഒറ്റ മുറിയില് ഇതിനാണ് ഒച്ചപ്പാടും ബഹളം. പിന്നെ എനിക്ക് വേണ കറണ്ട് ബില്ല് എത്രയാണെന്നറിയോ? 2,500 രൂപ. ഞാൻ ഒരു ബഹളം ഉണ്ടാക്കില്ല, ഞാൻ അവിടെ കൊണ്ട് അടക്കുകയും ചെയ്തു. കണ്ടാ, സത്യസന്ധരായ ഇന്ത്യൻ പൗരൻ വീട്ടിലെ ബില്ല് വന്നപ്പോ അത് കറക്റ്റായിട്ട് കൊണ്ട് അടച്ചിട്ട് സത്യം പറഞ്ഞോ ഇതുപോലെ ആയിരിക്കണം. അല്ല, ഇതിന് മാത്രം എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ പ്രവർത്തിക്കുന്നത്? അയ്യോ, എനിക്ക് വീടില്ല. പിന്നെ ഞാൻ ഈ വീട് വെക്കാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ കെട്ടി. എന്നിട്ട് ഞാൻ നേരെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നിട്ട് അപേക്ഷ കൊടുത്ത് ആ അപേക്ഷ കൊടുത്ത മാസം തന്നെ എനിക്ക് കറണ്ട് ബില്ലും വന്നു 2,500 രൂപ. ഞാൻ ഒരു ബഹളം ഉണ്ടാക്കില്ലേ? കണ്ട ലാഭമല്ലേ? ഗ്യാസ് പെയിന്റ് കെട്ടിയപ്പോ 2,000 ചില്ലറ ബില്ലേ വന്നുള്ളൂ. അപ്പൊ വീട് കെട്ടിയിരുന്നെങ്കില് പൈസ കൊടുത്ത മുടിഞ്ഞേനെ. മാമ ഇക്കണക്കിന് നിങ്ങളെ വീട്ടിൽ വരേണ്ട ബില്ല് ഏകദേശം 1.5 കോടി രൂപ വരും. അടുത്ത മാസം ആയിട്ട് നിങ്ങളെ ബില്ല് 1.5 കോടി രൂപ ഞാൻ ക്യാച്ച് ചെയ്ത് തരാം. അയ്യോ അയ്യോ അയ്യോ, ഞാനിപ്പോ വായിക്കേ. എനിക്ക് മരിക്കണം. അയ്യോ 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 അയ്യോ, എന്റെ ചേട്ടനെ കൊന്നേടാ കാലാതി. അയ്യോ സത്യം കേട്ട തീർന്നു. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. അമ്മ, പിള്ളേരൊക്കെ എവിടെയാണ്? നിങ്ങളെ മക്കളൊക്കെ എവിടെയാണ്? അടുത്ത് എല്ലാം ഉണ്ടാ? ഇല്ല, എല്ലാരും ദൂരയിലാണ്. ദൈവമേ, എല്ലാം ദൂരാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം,
എനിക്ക് പരിചയത്തിലുള്ള ഫ്രീസർ കൊണ്ടുവരുന്ന പയ്യുണ്ട്. ഫ്രീസർ ഉണ്ടോ? അവനെ വിളിച്ചു പറഞ്ഞ പൈസ കുറച്ച് കൊണ്ട് അതാണ് ഒരു 3 ദിവസങ്ങളിൽ ഫ്രീസറിൽ വെക്കേണ്ടി വരും. അതാണ്. അപ്പൊ ഫ്രീസറിൽ വെക്കാം കേട്ടോ മാമി, ഫ്രീസറിൽ വെക്കാം. എന്നാ പറഞ്ഞ ഫ്രീസറിൽ വെക്കാന്ന്. ഫ്രീസറിൽ വെക്കാന്നോ? എന്നിട്ട് വേണം അതിന്റെ കറണ്ട് ബില്ലും കൂടെ കൂട്ടി എഴുതി വീണ്ടും ഇവൻ എന്നെ കൊല്ലാൻ. അമ്മേ! അയ്യോ വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ചേച്ചി പക്രു ചേട്ടാ, മണിക്കുണി ചേട്ടാ, ഞാൻ 3 പേരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. മൾട്ടി ടാസ്കിങ്, അതായത് നമുക്ക് ഒരൊറ്റ സമയം കൊണ്ട് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെ പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ എന്ന് ചോദിച്ചാൽ, ഒരുമിച്ച് ഒറ്റ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു മൾട്ടി ടാസ്കർ ആണോ മണിക്കുട്ടി ചേട്ടൻ? ഞാൻ ദേവിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദേവി ഭയങ്കര മൾട്ടി ടാസ്കർ ആണ്. ദേവി ചേച്ചി ഓഫ് കോഴ്സ് അതെ. ഈ പ്രോഗ്രാം ജഡ്ജ് ചെയ്തോണ്ടിരിക്കുന്നു, ഇടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട്, മുടി ചെയ്യുന്നുണ്ട്, മേക്കപ്പ് ഇടുന്നുണ്ട്, റീൽസ് ഇടുന്നുണ്ട്, പാട്ടിടുന്നുണ്ട്, ഫോൺ നോക്കുന്നുണ്ട്. വാട്ട് എ മൾട്ടി ടാസ്കർ യു ആർ. അതിന്റെ അഹങ്കാരം ഇല്ലല്ലോ എനിക്ക്. പക്രു ചേട്ടനോ? ഒരേ സമയത്ത് അറ്റ് എ ടൈം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പല കാര്യങ്ങൾ ഒരെണ്ണത്തിരുന്നോണ്ട് പല കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റും. അല്ല, എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾ എല്ലാരും മൾട്ടി ടാസ്ക് ആയിരിക്കും. ഞാനിപ്പോ ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേന് വർക്കൗട്ട് ചെയ്യും, വായി നോക്കും, എഗ് വെയിറ്റ് കഴിക്കും, പ്രോട്ടീൻ പൗഡർ കഴിക്കും. അപ്പൊ തന്നെ പ്രോട്ടീൻ പൗഡർ പിന്നെ അത് മറ്റു സാധനമുണ്ട്, BCAA എന്നൊക്കെ പറഞ്ഞു, സിപ്പർ. ഒരേ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ അവരുടെ വായിരിക്കുന്ന കേൾക്കണം. അതുകൊണ്ട് ഈ വായി നോക്കുന്നവരുടെ വായിരിക്കുന്ന കേൾക്കൂലേ, അതും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ അവരെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് നോക്കണം. അതെ, തിരിച്ചു ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്നെ അവരുടെ ഭർത്താക്കന്മാര് താഴെ വന്നിട്ടുണ്ടോ നോക്കണം. ഭയങ്കര മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരുപാടുണ്ട്. അല്ല, നമ്മൾ എലീനെ ഉദ്ദേശിക്കുന്ന മൾട്ടി ടാസ്ക് എന്താണ്? അല്ല, ഇപ്പൊ എന്റെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ ഞാന് പാട്ട് പാടും, പാട്ട് കേൾക്കും, വായി നോക്കും, അറ്റ് ടൈം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതിപ്പോ ഡ്രൈവ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയട്ടെ, റോത്തിനെ എങ്ങനെ നന്നാക്കാം എന്നുള്ളത് അതിന്റെ ഇടയ്ക്ക് ചിന്തിക്കും. പിന്നെ എന്റെ ഈ 2 കൈ 2 കാലും മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു 3 ലിവർ, ഒരു പിന്നെ ഗിയർ. ഞാൻ പറഞ്ഞത് നമ്മള് പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോ പാട്ട് അപ്പൊ FM-ലെ പാട്ട് തന്നെ ഞാൻ ചിലപ്പോ പാടിക്കൊണ്ടിരിക്കുന്ന കൂടെ പാടും. അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ടൊരു കാര്യം എലീനെ മിസ് ചെയ്തു. വായി നോക്കലാണോ? അല്ലല്ല, ഗിയർ മാറ്റാനാണോ? അല്ലല്ല, ബ്രേക്ക് ഔട്ട്. 6ാമത്തെ കാര്യം അതായിരുന്നു മെയിൻ. അതെന്താണ് പറഞ്ഞു കൊടുക്കൂ. അതെന്താണെന്നറിയില്ല. മൾട്ടി ടാസ്കിങ്ങിൽ എനിക്ക് ചിന്തിക്കാനുള്ളത് ഞാൻ പറഞ്ഞു, സ്വയം നന്നാക്കൽ. അതും കൂടെ ചെയ്തിരുന്നെങ്കിൽ കിടില മൾട്ടി ടാസ്ക്. പിന്നെ വേറെ ആളെ നന്നാക്കാൻ നോക്കുന്നുണ്ട്. അല്ല, അതാണ് ആദ്യം അവനോ നന്നാക്കുന്നല്ലേ ബാക്കിയുള്ളവനെ നന്നാക്കുന്നത്. ആണ്, നല്ലൊരു കൗണ്ടറാണ്. മൾട്ടി ടാസ്ക് എന്താന്ന് ഞാൻ വേണേ കാണിച്ചു തരാം. എനിക്ക് വേറെ ഇതൊന്നും പറയാനില്ല. അതാ നല്ലത്. അതാണ് നല്ലത്. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടും. ശരി, രജനെ അടിച്ചു കയറി വാ. Nice, superb. Aha. 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 അടിപൊളി. ആഹാ. ആഹാ.
അടിപൊളി. പൊളി പൊളി. പൊളേ, പൊളേ. എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന ആള്? അയ്യോ സൂപ്പറായിട്ടുണ്ട്. അതെ, ആ ഒരു കാര്യത്തിൽ മാത്രമേ കുറവുള്ളൂ, ബാക്കി എല്ലാം കിട്ടില്ല. പറഞ്ഞാലായിരിക്കും കൊണ്ടുവന്ന ആള് മാത്രമേ ഉള്ളൂ കുഴപ്പം. അല്ല, കൊണ്ടുവന്ന ആളോ ഒക്കെയാണ്, പക്ഷെ മറ്റേ ആളാ കുഴപ്പം. മീഡിയേറ്റർ ശരിയായില്ലെന്നല്ലേ? ഞാൻ പറഞ്ഞോളാം. പറഞ്ഞു മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. മൾട്ടി അല്ല, സൂപ്പർ മൾട്ടി ആയിരുന്നു അത്. പ്രജിൻ എത്ര ഇവിടെ നോക്കിയിട്ട് 5 ചെണ്ടയാ? അവിടെ വേറെ ഉണ്ടോ? 6 ചണ്ട, 6 ചെണ്ടയുണ്ട്. 2 ഇലത്താളം. ഓ ഇവിടേക്ക് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. 6 ചെണ്ടയുണ്ട്. വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ഇലത്താളം ഒരിക്കലും അതിനെ ബഹുമാനക്കുറവുണ്ടല്ല, കാലുകൊണ്ട് ചെയ്തു അത് എന്തെങ്കിലും മൾട്ടി ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഒരിക്കലും കൈയിൽ വെച്ച് ചെയ്യുന്ന സാധനം നമ്മൾ എല്ലാവർക്കും പരിചയമാണ്. പക്ഷെ ഒരിക്കലും കാലിൽ വെച്ച് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാനിങ്ങനെ ഒരു പെർഫോമൻസിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. അത് ക്ഷമിച്ചോളൂ. പ്രജിൻ വളരെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? ഭക്തിയോട് കൂടി. പഠിച്ചിട്ടുണ്ടോ? ചെണ്ട ഇല്ല ഇല്ല, പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. കലോത്സവത്തിന് വേണ്ടിയിട്ട് ചെണ്ട മാത്രം, അങ്ങനെ മേളത്തിന് വേണ്ടി, മേളത്തിന് വേണ്ടി, അന്നേരം അല്ലാണ്ട് സ്റ്റേറ്റ് കലോത്സവത്തിന് സ്ഥിരമായിട്ട് ഇങ്ങനെ വായിക്കലോ അങ്ങനെ ഇല്ല ഇല്ല. തെയ്യത്തിന് കൊട്ടാറാണ്. നമ്മളെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂരാണ് സ്ഥലം. അതെ അതെ, കണ്ണൂർ. കണ്ണൂർ എവിടെ? കണ്ണൂർ മാട്ടൂൽ എന്ന് പറയുന്നത്. അതെവിടെയാ? മട്ടൂൽ എന്ന് പറഞ്ഞ പ്രദേശം എവിടെയാ? മാട്ടൂല് നമ്മളെ മാടായിക്കാവ് മാടായിക്കാവ്. അമ്പലത്തിന്റെ പിന്നെ ഏകദേശം അടുത്തായിട്ട് വരും. പഴയങ്ങാടി മാട്ടൂൽ എന്ന് പറയും. ഞങ്ങളുടെ പരദേവതയാണ് മാടായിക്കാവ്. അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ അടുത്താണല്ലേ? അതിന്റെ ഒരു 3 കിലോമീറ്റർ അടുത്താണ്. അല്ല, സാധാരണ നമ്മൾ ഈ സൈലോഫോൺ, ജലതരംഗം ഇതൊക്കെയാണ് നമുക്ക് ഈ മൾട്ടി ഇതായിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷെ ചെണ്ടയിൽ ഇങ്ങനെ ഒരു അത്ഭുതം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ നാടൻപാട്ട് ട്രൂപ്പുകളിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു സമിതിയുണ്ട്, കണ്ണൂർ പുൻപുലരി എന്ന് പറഞ്ഞിട്ടൊരു സമിതിയുണ്ട്. അപ്പൊ അതില് 3 ചണ്ട തകില്, പാട്ടിന് 3 ചണ്ട വെച്ച് പെർഫോമൻസ് ചെയ്യലാണ്. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും വെറൈറ്റി വേണല്ലോ എന്ന് വിചാരിച്ച് ചെയ്തൊരു സംഭവമാണ് ഇതിപ്പോ. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റേജിലൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല ഇല്ല, ഇതുവരെ ചെയ്തില്ല. ഇത് ആദ്യമായിട്ട് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത്. സ്റ്റേജിൽ ചെയ്തിട്ടില്ല, പക്ഷെ റീൽസിന് വേണ്ടി കുറെ ചെയ്തിട്ടുണ്ട്. അതൊരു കൊറോണ ടൈമിന്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. സൂപ്പർ. പ്രജിനെ നോക്കിയപ്പോ ഒരു 4-5 ചെണ്ട ഇരിക്കുന്നു. ഇത് വെച്ചിട്ട് എന്താ ചെയ്യണം? എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി വെച്ചു. അല്ല, അത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഒരു ചെണ്ടയെന്ന് മറ്റതിലേക്ക് പോകുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. ഈ റണ്ണിങ് ഉണ്ടല്ലോ ലാസ്റ്റ് നിങ്ങൾ വായിച്ചതൊക്കെ അതാണ് ഭയങ്കര. സാധാരണ ഡ്രംസ് വായിക്കുന്നവർക്ക് ഇങ്ങനെ കിട്ടുകിട്ട് സ്നേഹറും ഇതും എല്ലാം കൂടെ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നു. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. ചോദിച്ചാൽ അറിയാം, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എന്താ എങ്ങനെയാവും. ഇപ്പൊ ഇവിടെ ചെയ്തെല്ലാം സ്പോട്ടിൽ എടുത്തിട്ട ഒരു അടുത്ത പെർഫോമൻസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ഒരാള് പാട്ട് പാടാൻ വന്നു കഴിഞ്ഞാല് ഒരു 3 ചണ്ട വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പാട്ടുകാരിയെ ഞാൻ തരാം. പാട്ടുകാരി മതി. അതോ പാട്ടുകാരൻ വേണോ? കാര്യമായിരിക്കില്ലേ? ഹേ കാരി, സോറി, ഹേ പാട്ടുകാരി. പാട്ടുകാരി ആക്കിയപ്പോ വരൂ ഇങ്ങോട്ടേക്ക്. ഞാൻ വരണോ അങ്ങോട്ട്? വന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് കൂടിക്കോളാം. നമുക്ക് പൊളിക്കാന്ന്. അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുന്ന ആ കൊച്ചു സുന്ദരി, അവിടേക്ക് സാത്താന്റെ രൂപത്തിൽ ഗൗണിട്ട് വന്ന ഞാൻ. പാട്ട് എങ്ങനെയാണ്? പാട്ട് ഇപ്പം നമുക്ക് പാട്ട് പാടേണ്ട സ്ഥിതിക്ക് ചെണ്ടയെ പറ്റി തന്നെ ഒരു പാട്ട് പാടിയേക്കാം. ചെണ്ടയെ പറ്റി ഓക്കെ അല്ലേ? അതല്ലേ കറക്റ്റ്? അതാ. പക്ഷെ ഏത് പാട്ടാ പാടുന്നത്? കാട്ടിലെ മാൻ, അത് പാടാം. ഓക്കെ, അപ്പൊ അതിന് എനിക്ക് ചെറിയൊരു സമയം തരാം. ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാനൊരു 3 ചുരുക്കുവാണ്. കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. ആ കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. ചെണ്ട കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. ആ മേളത്തഴമ്പുള്ള ചെണ്ട, ആ മേളത്തഴമ്പുള്ള ചെണ്ട. മൂന്ന് ചെണ്ട
ഉണ്ടായിരുന്നു, അതിൽ ഒരു ചെണ്ട ഞാനായിരുന്നു. ആണോ? അതാ ലാസ്റ്റ് ഒരു ചെണ്ട എന്റെ വൈകിട്ടത്. ആവശ്യമില്ലാത്തൊരു ചെണ്ട നിന്റെ ആയിരുന്നു. നല്ലതല്ലായിരുന്നോ? ആരാ Special ചെണ്ട variety. ഇട്ടത്? ഹോയ് ഇട്ടത്? ഞാൻ. അതാരാണ് പക്ഷെ പ്രജിന്റെ അത് ഇഷ്ടപ്പെട്ടു. ഇല്ലേ പ്രജിനെ? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. കുഴപ്പം. ഒരാളെങ്കിലും ഈ സ്റ്റേജിൽ കൊള്ളത്തിലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. ഫ്യൂച്ചർ ഉണ്ട് ഞാൻ കാണുന്നു കേട്ടോ. കലാസമിതി ഉണ്ടെന്നറിയാം, പക്ഷെ അതല്ലാണ്ട് പ്രജി വർക്ക് ചെയ്യുന്നോ? എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഇവിടെ ഫേസ് പാലറ്റ് മേക്കപ്പ് അക്കാദമിയിൽ ഡിപ്ലോമ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ? അങ്ങനെയാണോ? ഇത് നല്ല ഏരിയ ഉള്ള ഒരു മുഖമുണ്ട്. അതാ പറഞ്ഞേ. ഈ മൾട്ടി ടാലന്റ് പറയും പോലെ ഈ ചെണ്ട വിത്ത് മേക്കപ്പ് അങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കും. ആലോചനയിലുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഐഡിയ. മേക്കപ്പിനോട് കൊതിയില്ലാത്ത രണ്ടുപേരാണ് അടുത്ത്. പിന്നെ അടുത്ത പ്രജിൻ മ്യൂസിക് വിത്ത് ബോഡി ഷോ അതൊക്കെ അങ്ങനെ ആവശ്യം വരുമ്പോ എന്നെ വിളിക്കണം. ഫോറിൻ ട്രിപ്പ് ഒക്കെ തീർച്ചയായിട്ടും. ശരി, നമുക്ക് സമ്മാനം കൊടുക്കാം. ചേട്ടൻ വാ ചേട്ടാ, ഞാനിത് സെറ്റാക്കി തരാന്ന്. അല്ലാണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം താന്നോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റാണ് ചേട്ടാ. പണിയാണെന്നാണ് അറിയേണ്ടത്. ദേ നോക്കിക്കോ, ഞാൻ പറഞ്ഞ ആൾ അവിടെ ഇരിപ്പുണ്ട്. നമസ്കാരം. ഹാപ്പി ആയില്ലേ? ഹാപ്പിയായി. നിങ്ങൾ സംസാരിച്ചോളില്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. താങ്ക് യു. ഡീൽ റെഡി ആവട്ടെ. ഓക്കെ. നിങ്ങൾക്കുള്ള നമസ്കാരം മണിക്കൂടൻ ചേട്ടൻ. ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അതായത് തിരുവനന്തപുരത്ത് നടന്ന ഒരു 15 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യം വേണ്ടി പറയാൻ വന്ന. അന്ന് ഭയങ്കര ക്രിക്കറ്റ് കളിക്കാനായിരുന്നു. ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാനാണ്. അതെ, ക്രിക്കറ്റ് കളി ഇപ്പോഴും ഉണ്ട്. എന്നാലും അന്നത്തെ ക്രിക്കറ്റ് കളിക്കുന്ന ടൂർണമെന്റ് ഒക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് നടന്ന അന്നൊരു 6 അടിച്ചിട്ട് ഒരു ബോൾ മിസ്സായി പോയി. ഞാൻ ഒരുപാട് ഗ്രൗണ്ടിൽ അടിച്ചിട്ടുണ്ട്. ഏത് ഗ്രൗണ്ടിലാ? മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അടിച്ചിട്ടുണ്ട്. അപ്പൊ സംഘാടകർ ഉൾപ്പെടെ തപ്പിട്ട് പോലും ആ ബോൾ കിട്ടാതിരുന്നു. അത് ഭയങ്കര സംഭവമായിരുന്നു. അയ്യോ, എന്നെ എല്ലാവരും ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു. അടിച്ച് ബോൾ ഇപ്പോഴും കാണാനില്ല. പക്ഷേ ആ ബോൾ ഇപ്പൊ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ആ മുഹൂർത്തം 15 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ അടിച്ച ബോൾ നിങ്ങൾ ഇപ്പൊ കാണാൻ പോവുകയാണ്. ഈ ബോളാണ് നിങ്ങൾ അന്ന് അടിച്ചു കളഞ്ഞത്. ഇതാണ് ഇത് എവിടുന്ന് കിട്ടിയ കഥയെന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്ന കഥയാണ്. ഇത് ചെന്ന് കൊണ്ടത് എന്റെ അളിയന്റെ തലയിലാണ് കൊണ്ടത്. അളിയന്റെ തലയിൽ കൊണ്ടെന്ന് പറഞ്ഞാൽ 2 മക്കളുണ്ട് അളിയന്. അളിയന് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെമ്മറി നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഇന്നലെ സിനിമയിലെ ശോഭനയുടെ അവസ്ഥയാണ് ഇപ്പൊ അളിയന്റെ. ഇപ്പോഴത്തെ ഒരു കാര്യം ഓർമ്മയില്ല. പഴയ പുള്ളി ഇപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ വിളിക്കാം. ചിലപ്പോ ഒരുപക്ഷെ നേരിട്ട് കണ്ടു കഴിയുമ്പോ ഈ ഇദ്ദേഹം കാരണമാണല്ലോ അങ്ങനെ സംഭവിച്ചത്. ഇദ്ദേഹത്തെ കണ്ടു കഴിയുമ്പോ ചിലപ്പോ എന്തെങ്കിലും ഒരു മാറ്റം. കടിച്ച പാമ്പിനെ അതാണോ ഉദ്ദേശിക്കുന്നത്? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ചിലപ്പോ വിഷം ഇറക്കിക്കാൻ പറ്റും. കടിച്ച പാമ്പിൽ ബോൾ അടിച്ച ബോൾ കൊണ്ട്. അതെ അതെ അതെ. അയ്യോ അയ്യോടാ, പാവം മനുഷ്യനല്ലേ. മൊബൈലൊക്കെ നോക്കുന്നുണ്ടല്ലേ? പഴയ കാലത്ത് മൊബൈൽ എന്തെങ്കിലും ഒരു മാറ്റം. തമ്പി ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പറയാൻ വേണ്ടി വിളിച്ചാട്ടോ തമ്പി. അതെ, കമ്പനിയുടെ പട്ടാളം നിങ്ങളെ ലക്ഷ്യമിട്ട് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ എവിടാ നിൽക്കുന്നത്? അയ്യോ, അത് അപകടമാണ്. അവിടെ നിൽക്കണ്ട. ഒരു കാര്യം ചെയ്യാം, അവരുടെ കണ്ണി പെടാതെ അമ്മച്ചിപ്ലാവില്ലേ, ആ അമ്മച്ചിപ്ലാവില്ലേ കയറി ഒളിച്ചോളൂ. സേഫാണ്, ഒരിക്കലും പിടിക്കില്ല. ഓക്കെ തമ്പി, ശരി തമ്പി. നമസ്കാരം. ആരെ വിളിച്ചേ? ആരെ വിളിച്ചത്? വേലുത്തമ്പി ദളവ. പുള്ളിക്ക് എന്താ പ്രശ്നം? അദ്ദേഹത്തിനെ പിടിക്കാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളത്തിൽ അയച്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹം എവിടെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അവിടുന്ന് മാറിക്കൊള്ളാനാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇൻഫർമേഷൻ കൊടുത്താ കുറച്ച് ഫോണൊന്ന് കട്ട് ചെയ്യും. നമ്മൾ വന്നിരിക്കുന്നത് എവിടെന്ന് അറിയാമോ? പിന്നെ എനിക്കറിയത്തില്ലേ, ഇത് അങ്കത്തട്ടിലാന്ന് തോന്നല്ലോ. അങ്കത്തട്ടല്ലേ, അതോ അങ്ങോട്ടൊക്കെ നോക്ക്. അളിയനെ കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇരിക്കുന്നു. അതെ, ഒരു മിനിറ്റ്. എപ്പോഴും ഫോൺ വന്നോണ്ടിരിക്കുക. ഹലോ, അതിനെന്താ കാപ്പാട് ഇറങ്ങുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഗാമ അവിടെ ഇറങ്ങിക്കോ. അവിടെ ഇറങ്ങി, അത് ചെളിയൊന്നുമല്ല, നല്ല അവിടെ ഒരു പ്രശ്നവുമില്ല. ഗാമ അവിടെ കാലുകുത്ത, കാപ്പാട് കാലുകുത്ത നല്ല സ്ഥലമല്ലേ. എന്തോ ഇത്ര ഗാമയ്ക്ക് എന്താ ഇത്ര ഗമ? അവിടെ കാലുകുത്തിക്കോ, നോ പ്രോബ്ലം. ഞാനാ പറയുന്നത്, വിജയമാഷാ പറയുന്നത്. ഓക്കെ. വാസ്കോഡി ഗാമ.
വാസ്കോഡി ഗാമ കോഴിക്കോട് വന്നിട്ട് എവിടെ ഇറങ്ങണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. അപ്പൊ ഞാൻ വിളിച്ച് പറയായിരുന്നു. കുറച്ച് ഇന്ന് കട്ട് ചെയ്യും. ഇത് ഭയങ്കരമായിട്ട് കട്ട് ചെയ്യാൻ എന്ത് കട്ട് ചെയ്യാന്? ഫോണും കൊള്ളാതെ നമ്മൾ വന്നേക്കുന്ന ഒരു കാര്യത്തിനാണ്, ഒരു വിവരം സംസാരിക്കാനാണ്. സംസാരിച്ചു അതിനെന്താ? അപ്പൊ തന്നെ ഇവരെയൊക്കെ കാണുമ്പോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കെന്താ വേറെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എനിക്ക് എല്ലാവരെയും അറിയാം. എനിക്ക് എല്ലാവരെയും അറിയാം. ആരൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. പിന്നെ എനിക്കറിയത്തില്ലേ ആ കൊച്ചിനെ, അദ്ദേഹത്തിന് ആ മോളെ അറിയാം. ആണോ? മോളെ അറിയാം, മോളെ ഭർത്താവിനെ അറിയാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ആയി. ഭർത്താവിനെ അറിയാം. താങ്ക് യു. കിഷോർ സിംഗറാണ്. അതെ, അദ്ദേഹത്തെ അറിയല്ലേ? അതെ, കിഷോർ സിംഗറാണ്. കിഷോർ വർമ്മ, ദേവിചന്ദ്രയുടെ ഭർത്താവ്. കിഷോർ വർമ്മ? കിഷോർ വർമ്മ അതാര്? ആ കുട്ടിയുടെ ഭർത്താവിനെ അറിയാമെന്ന് പറഞ്ഞിട്ട്. ആ കുട്ടിയുടെ ഭർത്താവിനെ എനിക്കറിയാം. താങ്കൾ എന്തൊക്കെ തലയ്ക്ക് വെളിവുള്ള അത് വിളിച്ചു പറയുന്നത്? അത് ആരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? അതാരാണ്? അത് മാക്കമാണ് മാഷെ. കടത്തനാട് മാക്കമാണ് ഇരിക്കുന്നത്. നമ്മുടെ പഴശ്ശിര വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ ധർമ്മഭക്തിയാണ് ഇരിക്കുന്നത്. വല്ല കാര്യമൊന്നും അറിയാതെ സംസാരിക്കരുത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പഴശ്ശിയോടൊന്ന് പറഞ്ഞേക്കണം, ഞാൻ പറഞ്ഞൊന്ന് പറഞ്ഞേക്കണം. ഇച്ചിരി മുറുക്ക്, വെറ്റില മുറുക്ക് ഇച്ചിരി കൂടുതലാണ്. അതൊന്ന് കുറയ്ക്കാൻ പറയണം. പല്ല് ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ റൂട്ട് കനാലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ അന്ന് ബ്രിട്ടീഷുകാർ വളഞ്ഞപ്പം ചുരുക കൊടുത്തതൊക്കെ തകർത്ത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഐഡിയ. രാജരക്തമാണ്, അതാണ്. മറ്റേ അദ്ദേഹത്തെ മനസ്സിലായില്ലേ? നടുക്കിരിക്കുന്ന ആളാ. ഞാനത് ഇവിടെ കണ്ടത് ടിപ്പിന്റെ ആരെങ്കിലും ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ തോന്നിയേ? അതല്ല, ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ടിപ്പായിട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ടിപ്പിന്റെ ആരെങ്കിലും ആണോ? അടുത്ത ആളാ. അടുത്ത ആളാ? ഞാൻ പറഞ്ഞില്ലേ ടിപ്പിന്റെ അടുത്ത ആളാണ്. അപ്പുറത്തിരിക്കുന്ന അദ്ദേഹത്തെ അറിയാവോന്നോ? കുതിരപ്പുറത്തൊക്കെ വരുന്ന ആളല്ലേ? അതായത് നിങ്ങൾ രണ്ടുപേരെ മനസ്സിലായില്ല. കുതിരപ്പുറത്ത് പറയുമ്പോഴത്തെ പെട്ടെന്ന് കണ്ടല്ലേ കായംകുളം കൊച്ചുണ്ണി? കായംകുളം കൊച്ചുണ്ണിയാ? കായംകുളം കൊച്ചുണ്ണി കുതിരപ്പുറത്ത് വരുന്നത് ഓർത്ത് പറഞ്ഞല്ലോ. കായംകുളം കൊച്ചുണ്ണി മാത്രമേ ലോകത്ത് കുതിരപ്പുറത്ത് വന്നിട്ടുള്ള. ഇവിടെ അത് ചന്തുവാണെന്ന്, വടക്കംപാട്ടിലെ ചന്തുവാന്ന്. ചന്തുവാന്ന് അറിയത്തില്ലേ? എനിക്ക് ചന്തുവിനോടൊരു കാര്യം, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് സൂക്ഷിച്ചോണം. ആളിച്ചിരി ബെടക്ക, ചതിയനാന്ന് കേട്ടിട്ടില്ലേ? ചന്തു ചതിയാണർച്ചേ കേട്ടില്ലേ? അതാണ് ഇച്ചിരി ആള് ഇച്ചിരി ചതിയനാണ്. പക്ഷേ കുഴപ്പമില്ല. പിന്നെ ചില ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റണം കേട്ടാ. നല്ല മഴയൊക്കെ ഉള്ള സമയം, ആറ്റി നല്ല വെള്ളമുണ്ട്, കിഴക്കൊന്നും നല്ല ഒഴുക്കുവാണ്. രാത്രിയിലൊക്കെ 6 നീതി കിടന്നാ ഒഴുക്കെടുത്തോണ്ട് പോകും. കല്യാണം കഴിച്ച കേസല്ലേ വീട്ടിൽ. ഇതാണ് അളിയന്റെ ഒരു അവസ്ഥ. എത്രയും പെട്ടെന്ന് അളിയനെ പരിതാപകരമാണ്. എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനൊരു സോറി പറഞ്ഞാൽ മതിയാവോ? സോറി പറഞ്ഞാൽ പറ്റത്തില്ല. ഞമ്മ ഹോസ്പിറ്റലിൽ കാണിച്ചു, ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞത് 1 ലക്ഷം രൂപ സർജറിക്ക് ആവുമെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ? 1 ലക്ഷം രൂപ. അപ്പൊ അത് നമുക്ക് ഇനിയും നമ്മൾ അടുത്തടുത്ത പരിപാടി സ്ഥലത്ത് വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ അതൊക്കെ സോൾവ് ചെയ്യുന്നതാണ്. പകർച്ചേട്ടനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൂഗിൾ പേ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ. ആ ക്രിക്കറ്റ് ഫുള്ള് കളിച്ചിട്ട് എനിക്ക് ഇതൊരു 1 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല. ഒരു 6-ന് 1 ലക്ഷം രൂപ. എന്റെ പൊന്നെ, ഏത് സമയത്ത് എനിക്ക് ആ 6 അടിക്കാൻ തോന്നുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ കേട്ടോ? നമുക്ക് 2 പിള്ളേരെ വളർത്തണ്ടേ കേട്ടോ? അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ കേട്ടാ. അദ്ദേഹം ബോളിന്റെ അടി കൊണ്ട് തല വെച്ച് കൊടുത്തിട്ടല്ലേ എന്ത് കഴിച്ചു? ഒരാളൊരു തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാവണ്ടേ? നമ്മുടെ ഒരു 2 പിള്ളേരാണ്. ഒരു കളി എന്ന് പറയുമ്പോ അത് ഇപ്പൊ ഒരാളുടെ തല പൊളിക്കാൻ വേണ്ടിട്ടല്ലോ 6 അടിച്ചത്. 1 ലക്ഷം ഒക്കെ ഇച്ചിരി കൂടെ. ഒരു 6 മണിക്കൂട്ട എന്താണെന്നറിയാം ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ ഇതൊക്കെ വന്നിട്ട് വെറുതെ വന്ന് മറ്റേ പബ്ലിക്കിലൊക്കെ വന്ന് ഇതെല്ലാം പറയുമ്പോഴത്തേക്കിന് നമുക്ക് ചെറിയൊരു ഡാമേജ് മണിക്കൂട്ടനെ അടിച്ച് കിളി കളഞ്ഞെന്നൊക്കെ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയും അല്ല ചെറുതായിട്ട് എന്തെങ്കിലും കുറയും. അങ്ങനെയാണ് ഞാൻ സംസാരിച്ച് കുറയ്ക്കാൻ പറ്റും. 90 ലക്ഷത്തി അത്രയും കുറെ. ഒരു 50 രൂപയ്ക്ക് നടക്കും. 50,000 രൂപയ്ക്ക് ഇതുപോലെ. അതെ, ഇതിനൊക്കെ അത് മതി. കാരണം ഇങ്ങനെ അറിയാതെ ചെയ്ത സംഭവം അല്ലേ, അതിന് നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പറ്റത്തില്ല. 1 ലക്ഷം രൂപ ശരി, ഒരു 55 അതിനകത്ത് നിൽക്കുക. അത് അതിൽ കൂടുതൽ പറയാം. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഡോക്ടർമാർക്കൊക്കെ കൈക്കൂലി കൊടുക്കാതെ തൊടത്തില്ല അവര്. അല്ല, ഇത് GST അടയ്ക്കുന്ന ആളല്ലേ, 55 സമ്മതിക്ക്. അത്രേ ഉള്ളൂ. ചേട്ടനുമില്ല സഹോദരൻ? നമ്പർ പറ, ഗൂഗിൾ പേ ചെയ്ത് തരും. നമ്പർ പറ. ഇന്ന് ആരെ കണി കണ്ട് ഇറങ്ങിയാന്നോ? നേരത്തെ എന്ന് പറഞ്ഞ ഒരാൾ 1 ലക്ഷം രൂപ വാങ്ങിച്ചോണ്ട് പറഞ്ഞു. നമ്പർ പറഞ്ഞു. നമ്പർ പറയട്ടാ. 9847519261. 54,000 പോയി. ശരി. 53,000.
നിങ്ങൾ സെലിബ്രേറ്റ് ഇത്രയും ദാരിദ്ര്യം പറയരുത് നിങ്ങൾ. ഓ ഇല്ല ഞാൻ തരാം 55,000 തരാം. സെന്റ് പൈസ വന്നു. ഓപ്പറേഷൻ സക്സസ്, പൈസ വന്നു. അപ്പോ ശരി, ഓക്കേ. ഇറങ്ങല്ലേ? ഇറങ്ങാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 55,000 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അങ്ങ് തീരും പെട്ടെന്ന്, കാരണം ഒരു ഫാമിലിയാണ്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, ഇനി അടുത്ത് എവിടെയെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടോ? എന്റെ ബോളിന്റെ അടിയല്ലേ കിട്ടിയിട്ടുള്ളൂ, എന്റെ ബാറ്റ് കൊണ്ടുള്ള അടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴേ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇനി ഞാൻ ബാറ്റ് കൊണ്ട് അടിച്ച ഇയാൾ കോമയിലായിപ്പോ, വിളിച്ചോണ്ട് പോണോ? ഈ മൗണ്ട് ബാട്ടൺ പ്രഭുവിന്റെ നമ്പർ ഒന്ന് എടുത്തു തന്നെ ഇങ്ങോട്ട്. അത്യാവശ്യം കാര്യം സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ സമയദോഷത്തിന് നിങ്ങൾ കയറി അടിച്ചത് അത്യാവശ്യം കാര്യം കഷ്ടമായി കേട്ടോ. മൗണ്ട് ബാറ്റൺ പ്രഭു, വാ ഇങ്ങോട്ട്. മൗണ്ട് ബാട്ടൺ പ്രഭുവിന്റെ നമ്പർ എടുക്കടാ. വാ ഇങ്ങോട്ട് നിങ്ങള്. അയ്യോടാ, അതെന്താ